മൈസൂരിൽ നിന്നും വരുന്ന വഴി ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു നഴ്സറിയാണ് കേട്ടത്. വണ്ടോര എന്നാണ് പേര്. ഇത് കണ്ടിട്ട് കണ്ട വഴിക്ക് നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ടാകും. കാരണം വെച്ചാൽ അത്രയും ഭംഗിയിലാണ് പൂക്കളൊക്കെ അവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുള്ളത്. കാരണം കണ്ടില്ലേ, ഈ ചട്ടിയിലിരിക്കുന്നത് നമ്മളൊരു തരം സീനിയാണ്. ഈ സീനി ഏതാണെന്ന് അറിയാലോ, വൈറൽ സീനിയാന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ മുരട്ടുന്നാണ് കേട്ടോ ഓരോ ചട്ടിയിലും ഇത്ര ഒരുപാട് വെച്ച് വളർത്തിയൊന്നുമില്ല. ഒരു മുരട്ടുന്നാണ് ഇതിങ്ങനെ ബുഷാക്കി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനവർ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യത്തെ വരുന്ന മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കൂടുതൽ ശാഖകളൊക്കെ വന്ന് അവസാനം നിറയുന്ന വരെ അവർ 2-3 തവണ ഇങ്ങനെ അതിൻ്റെ മുട്ടുകൾ വരുന്നതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊന്നും അങ്ങനെ ഒരു മുട്ടുണ്ടായാലും പറിച്ച് കളയാൻ തോന്നാറില്ല അല്ലേ. പക്ഷെ അങ്ങനെ പിന്നെ ചെയ്തതുകൊണ്ടാണ് അതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത്. നമുക്കും ശ്രമിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ സീനിയ. പിന്നെ നല്ല രസമാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു കാഴ്ചകളാണിത് കാണുന്നത്. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഒരു വലിയൊരു ലോകം തന്നെ കേട്ടോ, വലിയ നഴ്സറി. ഞാൻ കണ്ടിടത്തോളം എവിടെയും ഇങ്ങനത്തെ ഒരു നഴ്സറി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഏകദേശം ഇതിനോട് കിടപിടിക്കുന്നൊരു നഴ്സറി ഉണ്ട് നമ്മളെ വയനാട്ടിലെ ലക്കിടിയിൽ കേട്ടോ. ഞങ്ങളിടയ്ക്ക് പോയി വരുമ്പോൾ അവിടെ നിന്നൊക്കെ പിന്നെ ചെടികൾ ഞാൻ വാങ്ങാറുണ്ട്. കാരണം അതും ഇതേമാതിരി പൂക്കൾ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങാറ്. കാരണം എല്ലാ തരം പൂക്കളും ഉണ്ട്. അത്ര ഭംഗിയാണ് കാണാൻ. കണ്ടോ എന്താ ഭംഗി നോക്കി, എന്തെല്ലാം പൂക്കളുണ്ടെന്ന് നോക്കിയൊന്നും പറയാൻ പറ്റൂല, അത്രയധികം ഉണ്ട്. ഒരുപാട് ചെടികളുണ്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ നിറച്ചും പൂച്ചെടികളാണ്. ഒക്കെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന പല പ്രായത്തിലുള്ള ഒരു ചെടീൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ള ചെടികൾ നമുക്കിവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ വലിയ വിലയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ചെടി ഉണ്ടാവും. അപ്പോൾ 2-3 എനിക്ക് തോന്നുന്നൊരു 3-4 തരം, ഒരു ചെടിയുടെ ഒരു 3-4 മെച്ചറായിട്ടുള്ള ചെടികളുണ്ട്. ഇത് ഗസാനിയാണ് കേട്ടോ. ഗസാനിയ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 50 രൂപയൊക്കെയാണ് ഇവിടെ വിലയുള്ളത്. 50 രൂപ ഒക്കെ വിലയുള്ളൂ. എനിക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. കാരണം അതൊന്നും കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥ, ഞങ്ങൾ 2 വീലറിലായതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയാത്ത. പിന്നെ കാർണേഷൻ ഇത് ഞാൻ 2 എന്തായാലും വാങ്ങിച്ചു കേട്ടോ. കാരണം ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നിരുന്നു. ചെറിയ പോട്ടായിരുന്നു, കനമില്ലാത്ത ചരിച്ചോറുള്ള 2 പോട്ടായതുകൊണ്ട് ഇതിന്ന് 2 ചെടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊക്കെ ഒരുപാട് ചെടികൾ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും, അത്രയ്ക്ക് മനോഹരമാണ്. കണ്ടില്ലേ, ഒരുപാട് വലിപ്പമുള്ള ഒരു ഒരു നഴ്സറിയാണ് കേട്ടോ. അവിടെ എന്തൊക്കെ ചെടികളുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ വയ്യ. ഒരുപാട് നമ്മൾ സാധാരണ നഴ്സറിയിലൊന്നും കാണാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. കണ്ടോ, വളരെ ഹെൽത്തി ആയിട്ട്, എനിക്ക് വലിയ വിലയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഹൈബ്രിഡ് പുതിയ ഇനങ്ങൾക്കൊക്കെ വില അത്യാവശ്യമുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ് കിട്ടുന്നത്. കാരണം പൂനെ നിന്നും കൽക്കത്തയിൽ നിന്നൊക്കെ വരുന്ന ചെടികളുണ്ടാകും, അതിനൊക്കെ വില ഉണ്ടാവാതിരിക്കില്ലല്ലോ, അത് നമുക്കറിയാം. അപ്പോൾ കണ്ടില്ലേ, അതുണ്ടോ പല വലുപ്പത്തിൽ വെച്ചുണ്ടാക്കിയിട്ട് ആയി വരുന്നതുണ്ട്. പിന്നെ ചെറിയ ചെടിയായി വരുന്നതുണ്ട്. പിന്നെ ബോഗൻവില്ലയൊക്കെ ഒരുപാട് തരമുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് കളറിലാണ് കേട്ടോ അവിടെ വിരിയുന്നത്. അവിടുത്തെ ഒരു ചൂടും കാലാവസ്ഥയൊക്കെ ആയിരിക്കും അതിന് കാരണം തോന്നുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ വലുപ്പം ഞാൻ പറയാതിരിക്കാൻ ആവശ്യം. കണ്ടത് ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, ചട്ടിയടക്കം എടുത്തോണ്ട് ഓടാൻ തോന്നും, അത്ര ഭംഗിയാട്ടോ കാണാൻ. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ ഇതൊക്കെ കാണുമ്പോൾ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ കണ്ടോ, ഇതിൻ്റെ ഒരു കളറും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടില്ലേ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭംഗിയായിട്ടൊന്നും വിരിഞ്ഞ് നിൽക്കാറില്ല, അത് നമുക്ക് തന്നെ അറിയാം. എന്നാലും അവർ പറഞ്ഞപ്പോൾ പൂ കുറഞ്ഞൊരു ടൈമാണെന്ന് അറിഞ്ഞു കേട്ടോ. നല്ല വേനൽക്ക് നല്ല പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുറഞ്ഞ ഒരു ടൈമിലാണ്. അവരെ മദർ പ്ലാന്റുകളൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ. അതിൽ നിന്ന് അവർ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ജർബറ നമുക്ക് കിട്ടുന്ന നാടൻ സാധാ ജർബറ അല്ല കേട്ടത്. ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. കാരണം വെച്ചാൽ ഹൈബ്രിഡാണ്. ഇതിൽ ഡബിൾ കളറും ഒക്കെ ഉണ്ട്. കുഞ്ഞു ചെടിയിൽ തന്നെ വേഗം വന്നിട്ട് വേഗം പൂക്കളുണ്ടാവും, നിറഞ്ഞ പൂക്കൊക്കെ ചെയ്യുന്ന തരം ജർബറയാണ് കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള ചെടി തന്നെയാണ്. പിന്നെ ഹൈബ്രിഡ് ജർബറ അത് നമുക്ക് തന്നെ അറിയാമല്ലേ, വിലയുണ്ടെന്നുണ്ട്. മറ്റേത് നമുക്ക് 50-നും 40-നും സാധാ നാടൻ ജർബറ നമുക്ക് എവിടെ നിന്നും കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ ഈ തമിഴരുടെ അടുത്തൊന്നും കാണാറില്ല. കാരണം അവർ കൊണ്ടുവരൽ മറ്റേ സാധാരണ നാടൻ ജർബറയാണ്. കട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ നീളത്തിൽ മറ്റേ തണ്ട് പോയിട്ടുണ്ടാകുന്ന ജർബറ. ഇതാണ് ആ സീനിയാട്ടം ഞാൻ പറഞ്ഞില്ലേ, അതാണത് കേട്ടോ. പിന്നെ കുറേ ഹാങ്ങിങ് ആയിട്ടിടുന്ന കുറേ ചെടികളുണ്ട്. ഇതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, ഹാങ്ങിങ് ആയിട്ട് ഇട്ടതുണ്ട്. അതുമുണ്ട്, ചെറുതും വലുതും ഒക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. 2 അരയന്നങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെ വരുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. റോട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. പിന്നെ ഇതൊക്കെ 400 രൂപയൊക്കെയാണ് കേട്ടോ. ഇതിലൊക്കെ ഓരോ ചട്ടീൻ്റെ വില. ഇതെന്താണെന്നറിയില്ല, കാക്ടസാണ്.
400 റുപ്യാണ് ചട്ടിക്ക് വില വരുന്നത്. അതൊക്കെ നമുക്കറിയാമായിരിക്കും. പിന്നെ അതാ ജെറേനിയം എനിക്ക് ഒരുപാട് സമയം നോക്കിയിട്ടും നാട്ടിലിവിടെ പിടിച്ച് കിട്ടാത്തൊരു ഐറ്റമാണ് കേട്ടോ ഈ ജെറേനിയം. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ പരീക്ഷണത്തിന് നിന്നിട്ടില്ല. 100 റുപ്യൊക്കെയാണ് ചട്ടിക്ക് വില. നിറഞ്ഞും പൂത്ത് നിൽക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെടികളാണ് കേട്ടോ. ഇതുണ്ടോ ജെറേനിയം, കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വയനാട്ടിൽ നന്നായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ ചൂടിന് എന്തുകൊണ്ടോ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പിന്നെ ഇതാവില്ല. പിന്നെ ഇത് കമേലിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ വിലയും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂത്ത് നിൽക്കുന്ന ചെറുപറേൻ്റെ വില എന്തായിരിക്കും എന്നുള്ളത്. പറയാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 5000 4000. ഇപ്പോൾ 2500 3000 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് ലേശമൊന്ന് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 1000ങ്ങളിൽ നിന്നൊന്നും കുറഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഓരോ ചെടികളും നല്ല രസമാണ്. പിന്നെ അതായത് അവസാനം വരാനായപ്പോൾ ഒരു കാറിൽ കുറേ ആൾക്കാർ വന്നിരുന്നു. ഇതാ ഞാൻ അവിടുന്ന് പിന്നെ ഒരു 2 ചെടി ഞാൻ പറഞ്ഞില്ല കാർണേഷൻ വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു ചെടികളൊക്കെ നമുക്കവിടുന്ന് വാങ്ങാനുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വേറെ നഴ്സറി കേട്ടോ. പക്ഷെ അതാകെ തകർന്നിരിക്കുന്ന 2 പെണ്ണുങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ അവരോട് 2 ജെറേനിയം വാങ്ങി, കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ വെറുതെ മറിഞ്ഞ് കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. പോയാലും വേണ്ട 4 ദിവസമെങ്കിലും പോകുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് മേടിച്ചതാണ്. ഇതാകെ തകർന്ന് ഇതായിട്ട് കിടക്കുക കേട്ടോ. ഇതിലെവിടെ ആരും കയറി, എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ നഴ്സറി കണ്ടാൽ പിന്നെ ആരാ ഇവിടെ കയറുകയല്ലേ.